വീഡിയോ കിട്ടി. അപ്പം ഇതിന്ന് പറയുന്ന ഗൈസ് നമ്മൾ കുറച്ച് സാധനങ്ങൾ എന്തായാലും സ്നോർക്ലിംഗ് കിറ്റ് ഗൈസ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാട്ടോ ഈ ഒരു സാധനം കാണുന്നത്. അപ്പം നമ്മളിന്ന് പൂൾ ഡേ ആണ്, പൂളിൽ പോകാൻ പോവാണ്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സ്വിം ചെയ്ത് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ് അല്ലേ. ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഇതെങ്ങനെ കടിച്ചു പിടിക്കണം എന്നൊന്നും അറിയില്ല. ഇങ്ങനെ വായിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് ബ്രീത്തൊക്കെ എടുക്കുന്നതാണ് പറയുന്നത്. ഇത് നമുക്ക് മീനിൻ്റെ കാല് പോലത്തെ രണ്ടെണ്ണം ഉണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പൂളിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ടിയാ. നിന്റെ എൻഡിലേക്ക് എത്താൻ പറ്റുമോ നോക്കിയാലോ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതുകൊണ്ടൊന്നും സ്വിമ്മിങ് പഠിക്കരുത് കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല എന്താ പറയുക ഒരു പ്ലേ ടൈം അങ്ങനെയുള്ളൂ. അല്ലാതെ ഇത് വെച്ചിട്ടൊന്നും ഒരിക്കലും സ്വിമ്മിങ് ചെയ്യരുത്. ഇതൊരു ഫണ്ണായിട്ട് എടുക്കുക കേട്ടോ. റെഡിയല്ലേടാ? ഈ സാധനം വായിൽ എങ്ങനെയാ വെക്കുക പിന്നെ നോക്കാല്ലേ. അപ്പോൾ നമ്മൾ സ്നോർക്ലിംഗ് കിറ്റാണ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടീക്കുട്ടി ഒരെണ്ണേ ഉള്ളൂ, ഒന്ന് നോക്കാം കേട്ടോ. ഇതൊരു സ്നോർക്ലിംഗ് കിറ്റാട്ടോ. അപ്പോൾ അതൊന്ന് ഡാഡി ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഇന്നിപ്പോൾ ഓടി വാ, ഓടി സ്വിം ചെയ്ത് വാ. രണ്ട് പേരും സ്വിം ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക കേട്ടോ. അബ്ദിക്കുട്ടൻ ആദ്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല അതെന്താ സാധനം എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ വലിയൊരു സാധനം കേട്ടോ ഉള്ളത്. അയ്യോ എന്തൊരു വലുതാ, എന്തൊരു വലുതാ. മൂക്കി കൂടെ വെള്ളം കയറില്ല കേട്ടോ ഈ ഒരു സാധനം ഇട്ട്. അത് കാലിലാടാ, കാലിലാ. ഇത് എങ്ങനെയാ സാധനം? ഇത് എനിക്കറിയില്ല കേട്ടോ. ഇത് എങ്ങനെ ടിയാ വായിലിങ്ങനെ വെച്ചിട്ടോ? എടാ അത് അങ്കിൾമാരോട് ചോദിക്കടാ, ട്രെയിനിങ് സാർമാരുണ്ട്. ഒരാള് ഫിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേ ടീക്കുട്ടി കണ്ടോ മേലെ അടി പോയിട്ട് എങ്ങനെയാ? അല്ലല്ല എടാ അതൊരാ അങ്കിളിനോട് ചോദിക്കടാ. ഇതുപോലെ നമ്മള് കാലിലിടണം കേട്ടോ. അത് കാലിൽ ഇടാനൊന്നും നമുക്കറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ആക്കണം കേട്ടോ. ഏകദേശം നല്ല പോലെ നമ്മൾ ടൈറ്റ് ചെയ്യണം. അദ്ദിക്കുട്ടൻ മറ്റേ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കി നോക്കാം കേട്ടോ. പക്ഷെ എനിക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ഇവിടെ ഫിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മെല്ലെ ഇറങ്ങിയിട്ടൊന്ന് സ്വിം ചെയ്യാൻ പോവാ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, നിൽക്കാൻ പറ്റൂടാ, മറ്റേ ഫിന്നല്ലേ ഗൈസ്. ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. ഏകദേശം അതുവരെ എത്തി. ശരിയാട്ടോ, നല്ല ചേഞ്ച് ഉണ്ട്. ഒരു സാധനം എടുത്തിട്ട് നമുക്കൊന്ന് ബ്രീത്ത് ചെയ്യാൻ നോക്കാം കേട്ടോ. ശരി ഒറ്റ സെക്കൻഡ്. എവിടെ നോക്കട്ടിയാ അതെങ്ങനെയാ വെക്കുന്നേ? വായിലത് വെച്ചിട്ട് ഓക്കെ. ഇനി ഓക്കെ, വായിലത് വെച്ചിട്ട് ഒന്ന് ബ്രീത്ത് എടുക്കാൻ നോക്കുക കേട്ടോ. പറ്റുന്നുണ്ടോ? അത് നമുക്ക് അറിയാത്തത് കൊണ്ടാട്ടോ. ആരോടെങ്കിലും ചോദിക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബബിൾസ് എല്ലാം വരും. പറ്റുന്നുണ്ടോ? ഇവിടെ അദ്ദിക്കുട്ടൻ്റെ കാലിലിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിക്കു ഒരെണ്ണം ഇട്ടിട്ട് പോകും. ഓക്കെ, ആൻറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വായിലൂടെ ബ്രീത്ത് ചെയ്യുക, എന്നിട്ട് മൂക്കിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത് ഗൈസ്. എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ കേട്ടോ. വായിലൂടെ ബ്രീത്ത് എടുക്കാം, എന്നിട്ട് മൂക്കിലൂടെ അത് പുറത്തോട്ട് കളയാം. അങ്ങനെ കേട്ടോ. വായിലൂടെ ബ്രീത്ത് എടുക്കാം, എന്നിട്ട് അതിലൂടെ ഇതൊന്ന് അവിടെ അറ്റാച്ച് ചെയ്തിട്ട് കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പിന്നിലൊന്നിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ പോയിരുന്നു. ഇപ്രാവശ്യവും ഫാസ്റ്റിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അടിപൊളി. ടീക്കുട്ടി ഏതുവരെ എത്തി? ടിയ അത് വായിൽ വെച്ചിട്ട്
ഇത് ട്രൈ ചെയ്യാട്ടോ അവൻ. ടീക്കുട്ടി അത് കാലിലിട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. അദ്ദിക്കുട്ടി നോക്കി അതിട്ടിട്ട് ഇത്ര ദൂരമാണ് പോണെന്ന് നോക്കിയതേ. ടീക്കുട്ടി ഇതേ ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഷൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് എന്നാട്ടോ പറയുന്നത്. പക്ഷെ എന്നാലും എത്തുന്നുണ്ട്, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, സെറ്റ്, ഗോ. ആ ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് സ്പീഡിൽ ആ എൻഡിലെത്താൻ പറ്റുമോ നോക്കുകയാണ്. ബ്രീത്ത് ഹോൾഡ് ചെയ്തോ. ചീറ്റിംഗ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ. സ്പീഡുണ്ട്, പക്ഷേ ഇത് സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഷൂസാണ് നല്ലത്. നമുക്ക് നോക്കാം. അവളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡാണേ. ഓ ഗൈസ്, ടീ എത്താറായിട്ടോ. ഫൈനലി ടീയ എത്തി. ആ ടീക്കുട്ടി ഒന്നുകൂടെ ഒന്ന് ഫുള്ളായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് അദ്ദിക്കുട്ടനും വരുന്നുണ്ട്. അദ്ദിക്കുട്ടൻ മറ്റേ ആ സാധനം വെച്ചിട്ട് ബ്രീത്ത് എടുത്തിട്ട് വരിക കേട്ടോ. ഏകദേശം അദ്ദിക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. ടീയക്കുട്ടി ഇതേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടും സെറ്റായിട്ടുണ്ട്. അദ്ദിക്കുട്ടനും വരുന്നുണ്ട്. ദേ ടീയക്കുട്ടി അങ്ങനെ ഫൈനലി എത്തിയിട്ടുണ്ട്. അദ്ദിക്കുട്ടൻ ദേ ഇവിടെ നിന്ന് ടീയ സൂപ്പർ. അദ്ദിക്കുട്ടൻ കുറേ പ്രാവശ്യം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീ ആണ് എത്താത്തത്. നമ്മുടെ കൈവിട്ട് പോയി. അവനിപ്പോൾ എക്സ്ട്രീം ഹൈറ്റിലാട്ടോ ഇവിടെ നിന്ന് സ്വിം ചെയ്യുന്ന. ടീ എല്ലാം അവിടെയാണ്. ഇതേ അദ്ദിക്ക് കുറേ നേരമായിട്ടോ അവൻ ആളെത്തി ഗൈസ്. നോക്കട്ടെ, നീ പുലിയാടാ. സദ്വിക്കിൻ്റെ സ്വിമ്മിങ് കാണിച്ചു തരാം കേട്ടോ. അവൻ ടയേർഡാവുന്നില്ല. അവൻ ബ്രീത്ത് ഹോൾഡ് ചെയ്യാനുള്ളത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടീ അവിടെ നിന്ന് കേട്ടോ അവിടെ നോക്കുന്നത് കണ്ടോ. ആൾക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അദ്ദിക്കുട്ടൻ ഇതിപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ടോ ചെയ്യുന്നേ. നന്നായി പുഷ് ചെയ്തിട്ടിയാ. ഓക്കെ, പുഷ് ചെയ്ത് പൊക്കോട്ടെ. പറ്റില്ലെങ്കിൽ അതിൽ പിടിച്ചാൽ മതി. വന്നോട്ടെ. ആ വന്നു. ആ ഒന്നും ആവില്ല. നിർത്തരുത് ടീയ, നിർത്തരുത്. ചിക്കു റെഡിയാണോടാ? ഓക്കെ, നല്ല ആഴം കേട്ടോ. ഇവിടെ മൊത്തം ഏറ്റവും എൻഡാണിത്. അങ്ങനെ ആഴത്തോട്ട് ഉള്ളിലോട്ട് പോയി. ഇനി അദ്ദിക്കുട്ടൻ അവിടെ നിന്ന് മെല്ലെ മേലോട്ട് വരാം കേട്ടോ. അതും അവൻ എടുത്ത് ഗൈസ്. നമ്മുടെ കുഞ്ഞ് മുത്ത് സെറ്റാക്കിട്ടോ. ഇത് വീണ്ടും താഴോട്ട് പോവാണ്. പക്ഷെ ടീ അവിടെ എത്തിയിട്ടില്ല. അവൾ എത്തും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പാനിക് ടീനൊന്നും ഇവിടെ കാണുന്നില്ല ഗൈസ്. എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. ഇവിടെ അദ്ദിക്കുട്ടി ഇവിടെ 3-4 പ്രാവശ്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു തരുവേ ആദ്യം. അല്ലല്ല, വെയിറ്റ്. രണ്ടുപേരും നല്ല ഡീപ്പാട്ടോ, ഫുള്ളിലേക്ക് പോകുന്നുണ്ട്. ഇനി മെല്ലെ രണ്ടുപേരും ദേ എഴുന്നേറ്റു കേട്ടോ. ഓക്കെ ടീക്കാണ് ഒരു ചെറിയൊരു പ്രശ്നം. അദ്വിക്ക് പോയിട്ടുണ്ട് കൈസ്, ഇനിയും വന്നിട്ടില്ല. ദൈവമേ, എത്ര നേരം നിന്ന് നോക്ക്. ആദ്യം നീ സ്വിം ചെയ്യാൻ പഠിക്കുക, എന്നിട്ട് നീ ഡാൻസ് കളിക്കേ. ആദ്യം നീ പഠിക്കട്ടെ, എന്നിട്ട് ഡാൻസ് കളിക്കടാ. നല്ല ഡീപ്പാട്ടോ. ഇത് നമ്മുടെ പൂളിൻ്റെ നല്ല ഡീപ്പുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എത്രത്തോളം നിന്ന് അവിടെ നിന്ന്. ഓക്കെ, സെറ്റ്. ആ നോർമലി നീ പ്രോ അല്ലേ, നീ പ്രോ അദ്വിക്കല്ലേ. ആ ഓക്കെ ടിയാ, ലാസ്റ്റ് ഒന്നും അല്ല, ഒറ്റ സ്ട്രെച്ചിൽ കേട്ടോ. ഓക്കെ, സ്റ്റഡി ഗോ. അപ്പോൾ ഇങ്ങനെ കേട്ടോ, ഇത് ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമ്മളൊരു സ്റ്റിക്ക് സേർ ഇങ്ങനെ വെക്കും. മെല്ലെ ട്രൈ ചെയ്യാണ്. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ അദ്ദിക്കുട്ടൻ ഇങ്ങനെ ഡീപ്പിലേക്ക് ചാടുക കേട്ടോ. ഓക്കെ, ഇതേ ടീ അപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല. ഓക്കെ, കണ്ടോ ഗൈസ്, അവിടെ നിന്ന് പുള്ളിക്കാരി സ്റ്റക്കായി. ഇറ്റ്സ് ഓക്കെ ഗൈസ്. ഇവിടെ വയ്യാതെയായി. നമ്മുടെ അദ്ദിക്കുട്ടൻ ഇതിപ്പോൾ 6ോ 7ാമത്തെ റൗണ്ടാണ് കേട്ടോ വരുന്നത്. എത്ര എക്സ്ട്രീമാണെന്നറിയോ, എത്ര എക്സ്ട്രീമിലാണെന്നറിയോ അവൻ വരുന്നത്. അതും ഒരു ഹെൽപ്പുമില്ല കേട്ടോ. മറ്റു സാധനം വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാവേ. ആ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ വന്നിട്ടുണ്ട് കേട്ടോ.
ഇത് കണ്ടോ ഒരു സാധനം ചിച്ചു കണ്ടോ, ഇതിട്ട് എണിക്കണ്ട ഒരു വട്ടില്ല. ടീക്കുട്ടൻ ലാസ്റ്റ് പോകുന്നുണ്ട്. ടീക്കുട്ടി ഇതേ ഇങ്ങനെ ഒരു ഇതിപ്പോൾ സംഭവം അദ്ദിക്കുട്ടന് നിൽക്കാൻ പറ്റില്ല, കാരണം ടീ ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് ചിച്ചുവിന് നിൽക്കാൻ പറ്റുമെന്നറിയില്ല. ചിലപ്പോൾ ചിക്കു വേറെ സൈഡ് ക്രോസ് ചെയ്തു കേട്ടോ. അങ്ങനെ ദേ ഗൈസ് ടീക്കുട്ടിയും ആ സൈഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഗൈ എത്തിട്ടോ. അങ്ങനെ 2 മക്കൾ എത്തിയിട്ടുണ്ട്. ഓക്കെ എത്തിയില്ലേ ടിയ? അയ്യോ ഇത്ര ടയർഡായോ ടിയ? ആക്കിയാൽ മതി ഗൈസ്. ഇവിടെ അദ്ദിക്കുട്ടനെ കയറാൻ ഒരു താല്പര്യമില്ല കേട്ടോ. ഡാഡിയും ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അദ്ദിക്കുട്ടനെ എഴുന്നേക്കുന്നില്ല. ഇപ്പോഴത്തെ പ്രശ്നം അദ്ദിക്കുട്ടൻ ഇങ്ങനെ ഫുൾ ടൈം ഫ്ലോട്ടാട്ടോ ചെയ്യുന്നത്. അവനെ കാണുന്നുമില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മെയിൻ ആള് ടിയ. ഉള്ള സ്ട്രെസ്സ് മുഴുവൻ ബോഡിക്ക് കൊടുത്തിട്ട് ക്ഷീണിക്കുക. ഇവന് ഒരു സ്ട്രെസ്സും കൊടുക്കാതെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുക. ശരിയാവും അല്ലേ ടിയ? അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് എത്രത്തോളം കിടക്കാൻ പറ്റുമോ നോക്കിക്കോ. ഒരു കുഴപ്പമില്ല. അധികം ഫുൾ ടൈം ഫ്ലോട്ടിങ് ആട്ടോ. ടിയ ഇപ്പോൾ ഇങ്ങനെ പഠിച്ചു വരുവാണേ. ഓക്കെ ഗുഡ് ടിയ. ബാക്കിലൊരു കമ്പിൻ്റെ. ഇറ്റ്സ് ഓക്കെ. മെല്ലെ ചെയ്താൽ മതി. മെല്ലെ കൈയെടുക്കൂ. ഓക്കെ ഫ്ലോട്ട് ചെയ്തു. മമ്മ ഉണ്ട് കേട്ടോ കൂടെ. ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ടൈം കഴിഞ്ഞു. 2 hours ഒക്കെ നമ്മുടെ കഴിഞ്ഞു ഗൈസ്. അദ്ദിക്കുട്ടൻ സ്പീഡിൽ പോകുന്നുണ്ട്. ടീക്കുട്ടിയും സ്പീഡിൽ പോകുന്നുണ്ട്. അദ്ദിക്കുട്ടൻ ഇവിടെ ഒരു പ്രശ്നമായി. കുഴപ്പമില്ല. പക്ഷെ അദ്ദിക്കതൊന്നും നോക്കിയില്ല. ഓക്കെ അപ്പോൾ റെഡി. അപ്പോൾ അവസാനിച്ചു ഗൈസ്. ഇനി അടുത്ത സൺഡേ പോവാല്ലേ ടിയാ? അപ്പോൾ ഒരു ബൈ പറയൂ. ബൈ.